സർ ഈ ആന്റി പ്രോഫിറ്ററിംഗ് മെഷേഴ്സ് പറഞ്ഞില്ലേ? അതിനകത്ത് ഇങ്ങനെ ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ റെസ്റ്റോറന്റ് ഓണർ നിന്ന് ഇത്രയും അതെങ്ങനെയാ അത് കണ്ടുപിടിക്കുക? ഒരു ഇങ്ങനെ എക്സാമ്പിൾ റെസ്റ്റോറന്റ് പറയട്ടെ, ഓണർ ഒരു എക്സാമ്പിൾ പറയാം. കൺസ്യൂമേഴ്സിന് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ താൻ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആണ്, തനിക്ക് എന്തറിയാം, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണ് താൻ. ഓക്കെ ആണോ? അപ്പൊ തനിക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? ഫുഡിന്റെ GST 5% കുറച്ചത് തനിക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ താൻ ഫുഡ് കഴിച്ചപ്പോ അതിൽ ബില്ല് എടുത്ത് താൻ നോക്കിയപ്പോ എന്ത് കണ്ടു? CGST 9%, SGST 9%, മൊത്തത്തില് 18% എന്ന് കണ്ടു. എന്താണ് വേണ്ടേ? CGST 2.5, SGST 2.5, 5%. അവര് കൂട്ടിയടിച്ചിട്ടുണ്ടോ? കയ്യോടെ ആദ്യം റെസ്റ്റോറന്റ് ഓണറിനോട് ചോദിക്കുക, ചേട്ടാ ഇതെന്താ പരിപാടി എന്ന്. അപ്പൊ അവര് നിന്ന് തർക്കിച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ GST പോർട്ടൽ ഉണ്ട്, ബില്ല് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അത്ര ചെയ്താൽ മതി. ഒന്നാമത്തെ ടെക്നിക്ക്. രണ്ടാമത്തെ ടെക്നിക്ക്, ഇപ്പൊ പല ആൾക്കാർ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ആ റെസ്റ്റോറന്റ് അടിച്ചിട്ടുള്ള GST നമ്പർ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അത് ഗവൺമെന്റിന്റെ GST വെബ്സൈറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാം. എന്താ കഥാന്ന് വെച്ചാൽ ഒരു ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഒന്നിലധികം കസ്റ്റമേഴ്സിന് ഒരേ GST നമ്പർ ഇട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾ GST നമ്പർ സെർച്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഡസിന്റ് എക്സിസ്റ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് അയാൾ ചെയ്യുന്നത്? ടാക്സ് വെട്ടിപ്പാണ്. കയ്യോടെ അത് GST പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാം. ഇനി ഒരു ഓർഗനൈസേഷൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓർഗനൈസേഷനും ഇതേപോലെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ GST പോർട്ടലിലാണ് കേട്ടോ. ഓക്കെ, രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആക്ഷൻ എടുക്കൂ അല്ലേ? അല്ലാണ്ട് ഇത് നോക്കാൻ ഒരു അല്ലെങ്കിൽ മെക്കാനിസം ഗവൺമെന്റിന് അറിയില്ലല്ലോ മോളെ. ഗവൺമെന്റിന് അത് അറിഞ്ഞാലല്ലേ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ അതെ. പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പോഴല്ല അവർക്ക് FIR എഴുതാൻ പറ്റുള്ളൂ. ക്രൈം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ FIR പറ്റില്ലല്ലോ. അതേ ഐഡിയോളജി തന്നെയാണ് കേട്ടോ. പിന്നെ സർ ഈ ടാക്സ് ഇവേഷനും ഈ പ്രോഫിറ്ററിങ്ങും ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്? സെയിം അതേലോ, അതായത് അതേലോ. അല്ലേ? രണ്ടും ആൾമോസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? ഇവോഷൻ അണ്ടർ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ ഇതിൽ അയാൾ ചെയ്യുന്നത് എന്താണ്? നമ്മളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ്. നമ്മളിൽ നിന്ന് അഡീഷണൽ പൈസ മേടിച്ചെടുക്കുന്ന ഒരു പരിപാടി ആയിക്കോട്ടെ. ടാക്സ് ഇവേഷനില് കൺസ്യൂമറിൽ നിന്ന് അഡീഷണൽ പൈസ കളക്ട് ചെയ്യുന്നതില്ലല്ലോ. അതാണ് രണ്ടും ഓക്കെ. തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ്. ഇപ്പൊ റെസ്റ്റോറന്റ് 5-ന് പകരം 18% കാണിച്ച താനാണ് എക്സ്ട്രാ പേ ചെയ്യുന്നത്. ഇവേഷൻ അതല്ല. അയാൾ കൃത്യമായിട്ട് കാശ് നമ്മളിൽ നിന്ന് മേടിച്ചു, പക്ഷെ അത് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കാത്തതാണ് ഇവേഷൻ. മേ ബി തിയററ്റിക്കലി രണ്ടും ആൾമോസ്റ്റ് സെയിം ഫീച്ചർ ആണെന്ന് പറയാൻ സാധിക്കൂ കേട്ടോ. ഓക്കെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് ഡിസ്കഷൻ. അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മണി ആൻഡ് ബാങ്കിങ്. അപ്പൊ ബാങ്കിങ്ങിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് ഈ മണി എക്കണോമി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് അറിയണം. ബാങ്ക് വന്നത് എപ്പോഴാ? മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നപ്പോഴല്ലേ? ആളുകളുടെ കയ്യിൽ എക്സ്ട്രാ റിസോഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ മണി വന്നു തുടങ്ങിയപ്പോഴാണ് എന്തിന്റെ പർപ്പസ് ജനറേറ്റ് ചെയ്തത്? ഒബ്വിയസ്ലി ബാങ്കിന്റെ പർപ്പസ് ജനറേറ്റ് ചെയ്ത്. എങ്ങനെ നമ്മൾ ഈ മണി എക്കണോമിയിലേക്ക് എത്തി എന്ന് പറയാം. ആദ്യകാലത്താണെങ്കിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാർട്ടർ സിസ്റ്റം. എന്ത് ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് കൊമോഡിറ്റീസ് അല്ലേ? ഇപ്പൊ എക്സ്ചേഞ്ച് ഓഫ് കൊമോഡിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. നോക്കിയേ, എന്ന് പറയുന്ന ഒരാള്, ഇയാളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് കൗസ് ആണെന്ന് വിചാരിക്കും. പശുവാണ് ഇയാളുടെ കയ്യിലുള്ളത്. ഓക്കെ ആണല്ലോ? ഇയാൾക്ക് വേണ്ടത് വീട്ടില് ചോറ് വെച്ച് കഴിക്കണം, റൈസ് ആണ് വേണ്ടത്. ഇപ്പൊ എന്താ, ഞാൻ എക്സ്ട്രാ ഉള്ളത് എന്താണ്? കൗസ് ആണ്. ഇയാളുടെ നെസസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റൈസ് ആണ്. അപ്പൊ ഇയാൾക്ക് എന്ത് വേണം? ഈ കൗ ഒരാൾക്ക് കൊടുത്ത് റൈസ് തിരിച്ചു മേടിക്കണം, ശരിയല്ലേ? ഇയാള് ബി എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി. അയാളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് റൈസ് ആണ്. പക്ഷെ ഇയാളുടെ നെസസിറ്റി എന്ന് പറയുന്നത് ഒരു ചപ്പലാണ്, ഒരു ചെരുപ്പാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഈ എക്ക് ബിക്ക് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അയാള് മേടിക്കില്ല. അയാള് റൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചപ്പല് തിരിച്ചു തരുന്ന ഒരാളിൽ നിന്ന് മാത്രമാണ് അയാള് റൈസ് എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ. ഇപ്പൊ എന്താണ് ഈ എയുടെ പ്രശ്നം എന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന ആള് സിയുടെ അടുത്തേക്ക് പോകണം, ഡിന്ന് അടുത്തേക്ക് പോകണം, ഇയുടെ അടുത്തേക്ക് പോകണം. ഓരോരുത്തരുടെ അടുത്തേക്ക് പോകുമ്പോ എന്താ പ്രശ്നം? ഈ ഓരോ ആളുടെ കയ്യിലും എന്ത് വേണം? റൈസും വേണം, അവന്റെ നെസസിറ്റി
കൗവായിരിക്കണം. ബുദ്ധിമുട്ടല്ലേ? ദിസ് ഈസ് ദി ഇഷ്യൂ വെൻ വി ഫേസ്ഡ് ഡ്യൂറിങ് ബാർട്ടർ സിസ്റ്റം. നമ്മുടെ കയ്യിൽ ഒരു ഗുഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഗുഡ്സ് ആരുടെ കയ്യിലുണ്ടോ, അവന് വേണ്ട ഗുഡ്സ് നമ്മുടെ കയ്യിലുണ്ടോ, ഈ രണ്ട് എന്ത് എക്സ്ട്രാ നെസസിറ്റിയും മാച്ച് ചെയ്താൽ മാത്രമാണ് അവിടെ എന്ത് നടക്കുള്ളൂ, ട്രാൻസാക്ഷൻ വരുള്ളൂ. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി. ഇപ്പൊ അവർ അതിലേക്ക് എന്ത് കൊണ്ടുവന്നു, ഒരു മീഡിയം കൊണ്ടുവന്നു. ആ മീഡിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്ന ആള് ഈ എക്സ്ട്രാ ഉള്ള കൗസ് കൊടുത്ത് ആ മീഡിയം മേടിച്ചു. എക്സ്ട്രാ ഉള്ള കൗസ് കൊടുത്ത് ഒരു മീഡിയം മേടിച്ചു. ആ മീഡിയം ബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബി അതിന് എക്സ്ചേഞ്ച് ആയിട്ട് എന്ത് കൊടുക്കും, റൈസ് കൊടുക്കും. അപ്പൊ ഇവിടെ എന്താണ്, അയാള് സിയുടെയോ ഡിയുടെയോ ഇയുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ എക്സ്ട്രാ എന്താണുള്ളത്, അത് വിറ്റ് ഒരു മീഡിയം നമ്മൾ വാങ്ങിച്ചു വെച്ചു. ആ മീഡിയം വേറൊരാൾക്ക് കൊടുത്ത് അയാളിൽ നിന്ന് എന്ത് വാങ്ങി, റൈസ് വാങ്ങി. സോ ഈ രണ്ട് ട്രാൻസാക്ഷന്റെ ഇടയിൽ ഒരു മീഡിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മീഡിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മീഡിയം ഓഫ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുന്നത്, മണി എന്ന് പേര് വിളിക്കുന്നത്. ആദ്യകാലത്താണെങ്കിൽ ഈ മീഡിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ചില ഗുഡ്സുകളായിരുന്നു. നമ്മുടെ വേദിക് ഏജ് അതേപോലെയുള്ള ടൈമൊക്കെ ആണെങ്കിൽ കൗ പോലെയുള്ളതായിരുന്നു എന്ത്, എക്സ്ചേഞ്ചിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. ആർക്ക് വേണമെങ്കിലും കവില് കൊടുക്കാം, നമുക്ക് വേണ്ട സാധനം കളക്ട് ചെയ്യാം, ആ കൗ വേറൊരാൾക്ക് കൊടുക്കാം. സോ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വാസ് കൗ. ഓവർ ദി പീരിയഡ് കൗ എന്ന് പറയുന്ന ഒരു കൊമോഡിറ്റിനെ അവർ മാറ്റി അതിലേക്ക് എന്ത്, ചില മെറ്റൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ചില മെറ്റൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ദേ എമേർജ് ദി റിയൽ പ്രസൻസ് ഓഫ് മണി. ഗോൾഡ്, സിൽവർ, കോപ്പർ പോലെയുള്ള മെറ്റൽസിനെ എന്തായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, മീഡിയം ഓഫ് എക്സ്ചേഞ്ചസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. വെരി റീസെന്റ് ഈ കോയിൻസ് റീപ്ലേസ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ നമ്മൾ എന്തിലേക്ക് വരാൻ തുടങ്ങി, പേപ്പർ കറൻസിയിലേക്ക് വരാൻ തുടങ്ങി. സോ വാട്ട് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയ ഓഫ് ഇൻട്രൊഡ്യൂസിങ് മണി? ഇറ്റ് ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. രണ്ടാമത്തെ റീസൺ, നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് റൈസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് റൈസ് ആണ്. റൈസിന് ഒരു പ്രശ്നമുണ്ട്. 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്, പെരിഷബിൾ പ്രൊഡക്റ്റ് ആണ്. വാട്ട് ഈസ് പെരിഷബിൾ? കുറച്ച് സമയം കഴിയുമ്പോൾ അത് നശിച്ചു പോവുക അല്ലെ. ഈ റൈസ് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റൈസിനെ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓവർ ദി പീരിയഡ് നമ്മൾ എക്കണോമിക്കിലാണെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഡിപ്രീസിയേഷൻ അല്ലെ, അത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന കയ്യിലുള്ള എക്സ്ട്രാ കൊമോഡിറ്റീസിനെ ഞാൻ മണിയാക്കി മാറ്റും. ആ മണി ഞാൻ സ്റ്റോർ ചെയ്യും. മണി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ മണി ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോവില്ലല്ലോ. നിങ്ങൾ റിവാലുവേഷൻ അതേപോലെയുള്ള കാര്യങ്ങൾ, ഡിപ്രീസിയേഷൻ അപ്രീസിയേഷനും കൊണ്ടല്ലേ നമ്മളിപ്പോ ഏത് സെഞ്ചുറിയിലാ, ക്രിസ്തുവിന് മുന്നുള്ള കാലഘട്ടത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇനീഷ്യൽ ഡേയ്സിൽ മണി എന്ന് പറയുന്നത് എന്തായിരുന്നു, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ആക്ടഡ് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് വാല്യൂ. മണിയാണെങ്കിൽ, ഗോൾഡ് കോയിൻ ആണെങ്കിൽ, സിൽവർ കോയിൻ ആണെങ്കിൽ 1, 2, 3, 4 വർഷം കഴിഞ്ഞാൽ അത് അവിടെ എന്തിരുന്നോളും, നിങ്ങളുടെ എക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് അവിടെ ഇരുന്നോളൂ, ഡിപ്രീസിയേഷൻ ഇല്ലാതെ. മനസ്സിലായോ? സോ ദി 2 reasons which are led to the introduction of money economy were, first one, it act as a medium of exchange. Second one, money act as a storehouse of value. മൂന്നാമത്തെ ഒരു കാരണം, മോഡേൺ ടൈംസിൽ മണി ആക്ട് ആസ് എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. മണി ആക്ട് ആസ് എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. എന്ത് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ, 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുന്നു എന്ന് വിചാരിക്കുക. ട്രേഡ് നടത്തുമ്പോൾ നമ്മൾ അവിടെ എന്ത് എന്ന് പറയില്ല, 10 പശു, 4 കിലോ അരി, 10 കിലോ ഗോതമ്പ് എന്ന് പറയില്ല. നമ്മൾ എന്തെന്ന് പറയുള്ളൂ, ഇത്ര പൈസ കൊടുക്കാനുണ്ട്, ഇത്ര പൈസ വാങ്ങാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എളുപ്പമാണ്, അക്കൗണ്ട് കീപ്പിംഗ് എളുപ്പമാണ്. സോ 3 important features of money economy. First one, it acts as a medium of exchange. Second one, storehouse of value. Third one, unit of account. Clear അല്ലേ?
നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മണി സപ്ലൈ, ഹൂ സപ്ലൈസ് മണി ഇൻ എക്കണോമി. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് മോഡേൺ ടൈമിലേക്ക് നമ്മൾ എത്തി. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മണി സപ്ലൈ. മണി സപ്ലൈ ഇസ് ദി എമൗണ്ട് ഓഫ് മണി ഇൻ സർക്കുലേഷൻ. ഈ മണി സപ്ലൈ എന്ന വാക്ക് നമ്മൾ എവിടെ കണ്ടിരുന്നു? ഇൻഫ്ലേഷന്റെ അവിടെ കണ്ടിരുന്നു അല്ലെ. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ബാങ്ക് ആണെങ്കിലും ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താ? റെഡ്യൂസ് ദി മണി സപ്ലൈ ഇൻ ദി എക്കണോമി. അപ്പൊ നമുക്ക് എന്തറിയണം? വാട്ട് ഈസ് മണി സപ്ലൈ? മണി സപ്ലൈ മീൻസ് ദി എമൗണ്ട് ഓഫ് മണി സർക്കുലേഷൻ ഇൻ ദി എക്കണോമി. എത്രത്തോളം പൈസയാണ് എക്കണോമിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് മണീനെയാണ് നമ്മൾ മണി സപ്ലൈ എന്ന് പറയുന്നത്. ജസ്റ്റ് ബേസിക് ടൈംസ് കേട്ടോ. നമ്മൾ ഫർദർ ഡിസ്കഷനിൽ മണി സപ്ലൈ അല്ലെങ്കിൽ ആരാണ് മണി സപ്ലൈ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതൊരു രാജ്യമാണെങ്കിലും മണി സപ്ലൈ ഡയറക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ആരായിരിക്കും? സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് ഇന്ത്യ, RBI ആക്ട് ആസ് ദി കൺട്രോളർ ഓഫ് മണി സപ്ലൈ. RBI മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും, മോണിറ്ററി പോളിസി കമ്മിറ്റി. സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്യൂവൻസ് ഓഫ് കറൻസി. മണി എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ടൈപ്സ് ഓഫ് മണി. ഫസ്റ്റ് വൺ കറൻസി, സെക്കൻഡ് വൺ കോയിൻസ്. ഈ ഡിഫറൻസ് മനസ്സിലാക്കണം കേട്ടോ. മണി കൺസിസ്റ്റ് ഓഫ് ബോത്ത് പേപ്പർ കറൻസി ആസ് വെൽ ആസ് ദി മെറ്റൽ കോയിൻസ്. കറക്റ്റ് അല്ലേ? ഇന്ത്യയിലെ കറൻസി പ്രിന്റ് ചെയ്യുന്നതിനുള്ള സോൾ അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ₹1 നോട്ട്. ഇന്ത്യയില് നോട്ട് പ്രിന്റ് ചെയ്യുന്നതിനുള്ള സോൾ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നോട്ട് എടുത്താലും ആ നോട്ടിൽ ആരുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും? RBI ഗവർണറുടെ സിഗ്നേച്ചർ ഉണ്ടാവും. എക്സെപ്ഷൻ ₹1 നോട്ട്. ₹1 നോട്ട് പ്രിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, ചിന്തിച്ച് ഉത്തരം പറയും. All the currencies in India are printed by Reserve Bank of India. Is it true or false? False. Why? ₹1 note is printed by central government. Next statement, difference mansilaka. All the notes in India are issued through Reserve Bank of India. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ഷൻ. ഇങ്ങനെയാണ് പ്രിലിമിനറിക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുക. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ഷൻ എന്താ? ആദ്യത്തേല് ഞാൻ പറഞ്ഞത് ഓൾ ദി കറൻസീസ് ആർ പ്രിന്റഡ് ബൈ എന്ന്. രണ്ടാമത്തേതോ ഇഷ്യൂഡ് ത്രൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ₹1 നോട്ട് അതേപോലെ തന്നെ ഭാവിയിൽ പഠിക്കും, എല്ലാ കോയിൻസും മിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. മിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് ആരിലൂടെയാണ്? റിസർവ് ബാങ്കിലൂടെയാണ്. റിസർവ് ബാങ്ക് ഓരോ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് ആ പൈസ എത്തിക്കും. ഒന്ന് ചിന്തിച്ചോളൂ, നമ്മൾ ₹500, ₹1000 നോട്ടൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പിൻവലിച്ചപ്പോ പുതിയ കറൻസി ബാങ്കുകളിൽ നിന്നല്ലേ നമുക്ക് കിട്ടിയേ? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്? അല്ലല്ലോ. ₹1 നോട്ടാണെങ്കിലും എല്ലാ കറൻസി ആണെങ്കിലും എല്ലാ കോയിൻസ് ആണെങ്കിലും അത് ഇഷ്യൂ ചെയ്യുന്നത് ത്രൂ ആരായിരിക്കും? RBI ആയിരിക്കും. ഗവൺമെന്റ് എന്തൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റ് കറൻസി ആണെങ്കിൽ പ്രിന്റ് എന്നും കോയിൻ ആണെങ്കിൽ മിന്റ് എന്ന വാക്കാണ് കേട്ടോ ഉപയോഗിക്കുക. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ₹1 നോട്ട് പ്രിന്റ് ചെയ്യുന്നതും അവരാണ്. പിന്നെ എല്ലാ കോയിൻസ് മിന്റ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇപ്പൊ ₹1 നോട്ടിൽ ആരുടെ സിഗ്നേച്ചർ ആയിരിക്കും ഉണ്ടാവുക? ഫിനാൻസ് സെക്രട്ടറിയുടെ സിഗ്നേച്ചർ ആയിരിക്കും ₹1 നോട്ടിൽ ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാ നോട്ടിലും റിസർവ് ബാങ്ക് ഗവർണറുടെ സിഗ്നേച്ചർ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് കോയിൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് കോയിനേജ് ആക്ട് ഓഫ് 2011. ഇപ്പൊ കോയിനേജ് ആക്ടിൽ എന്താ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് കോയിൻസ് മിന്റ് ചെയ്യാം. മാക്സിമം ഡിനോമിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ₹1000. മാക്സിമം ഡിനോമിനേഷൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ മിന്റ് any denomination of coins according to the Coinage Act of 2011. ഇതാണ് പ്രിലിമിനറിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. വൈ? According to the Coinage Act of 2011, the maximum coin that can be minted by the central government is 1000. Okay.
അപ്പൊ ഈ 1000 പോലെയുള്ളതിന് പുറമെ എക്സ്ട്രാ വേറെ ചില ടൈപ്പ് ഓഫ് കോയിൻസും കൂടി മിന്റ് ചെയ്യാറുണ്ട്, വിച്ച് ഈസ് കോൾഡ് കമമറേറ്റീവ് കോയിൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡന്റിനെയോ ഏതെങ്കിലും ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയോ കമമറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദരിക്കുന്നതിന് വേണ്ടി. ഫോർ എക്സാമ്പിൾ 150 ബർത്ത് ആനിവേഴ്സറി ഓഫ് മഹാത്മാഗാന്ധി 2019 അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനെ കമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, കോയിൻസ് മിന്റ് ചെയ്യാറുണ്ട്. ഇനി കോയിൻ ആണെങ്കിലും കറൻസി ആണെങ്കിലും ഇറ്റ്സ് ലീഗൽ ടെൻഡർ. പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ച് ഓർക്കുന്നുണ്ട്, 500ഉം 1000 പിൻവലിക്കുമ്പോ എന്താണ്, 500ഉം 1000ഉം നോട്ട് നാളെ തൊട്ട് ലീഗൽ ടെൻഡർ അല്ല എന്നാണ് പറയുന്നത്. ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷന് ഒരു കറൻസിയോ കോയിൻസോ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അതെന്താണെങ്കിൽ ലീഗൽ ടെൻഡർ ആണെങ്കിൽ. എന്താ കാരണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരാൾ ഒപ്പിട്ടിട്ടുണ്ട്, കറൻസിയിൽ ഒരാൾ ഒപ്പിട്ടിട്ടുണ്ട്, ആര്, റിസർവ് ബാങ്ക് ഗവർണർ. എന്താ ഒപ്പിട്ടിട്ടുള്ളതെന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നൊരു കറൻസി എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് അതിനർത്ഥം? 100 രൂപയുടെ നോട്ടാണെങ്കിൽ അതിൽ എന്താ എഴുതിയിട്ടുള്ളത്, ഈ ഒരു നോട്ടുമായി ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ 100 രൂപയ്ക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള സർവീസസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന. ആരുടെ ബാക്കിംഗ് ആണ്? RBIയുടെ ബാക്കിംഗ് ആണ്. ഓരോ കോയിൻസിൽ ആരുടെ ബാക്കിംഗ് ആണ്? ഗവൺമെന്റിന്റെ ബാക്കിംഗ് ആണ്. ഗവൺമെന്റോ RBIയോ ബാക്ക് ചെയ്യുന്ന ഒരു സാധനം ആർക്കും ട്രാൻസാക്ഷന് വേണ്ട എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീഗൽ ടെൻഡർ. മറിച്ച് നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ, ഒരു ചെക്ക് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. ചെക്കിൽ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ടിട്ടുണ്ടോ? ഗവൺമെന്റിന്റെ എന്തെങ്കിലും ബാക്കിംഗ് ഉണ്ടോ? നമ്മൾ ഉപയോഗിക്കാറുണ്ട് ട്രാൻസാക്ഷന് ചെക്ക്. പക്ഷെ ഏതെങ്കിലും ഒരാൾ ചെക്ക് വേണ്ട, എനിക്ക് ക്യാഷ് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്തിലകപ്പെടുത്താൻ പറ്റില്ല? കേസിൽ അകപ്പെടുത്താൻ പറ്റില്ല. കാരണം ചെക്ക് എന്നതിന് എന്തില്ല? ലീഗൽ ടെൻഡർ ഇല്ല. മനസ്സിലായോ? ചെക്ക് എന്ന് പറയുന്നതിൽ ആരാണ് ഒപ്പിട്ടിട്ടുള്ളത്? ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ചെക്ക് ആണെങ്കിൽ ആരോ ഒപ്പിട്ടിട്ടുള്ളത്? നിങ്ങളാണ് ഒപ്പിട്ടിട്ടുള്ളത്. മറിച്ച് കറൻസിയും കോയിൻ ആണെങ്കിൽ അതിൽ ഒപ്പിട്ടുള്ളത് it's a backing of central bank or central government. So check and DD കേട്ടിട്ടുണ്ടോ? ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഈ രണ്ടെണ്ണത്തിനും ലീഗൽ ടെൻഡർ ഇല്ല. കറൻസിക്കും കോയിനും എന്തുണ്ട്? ലീഗൽ ടെൻഡർ ഉണ്ട്. just go through it. ഓ കടക്കാർ, ചില ആൾക്കാർ പറയാറില്ല UPI എടുക്കില്ല. മറിച്ച് നീ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, 10,000 രൂപ, 10,000 രൂപയുടെ കോയിൻ നിനക്ക് എണ്ണി കൊടുക്കാം. അതവൻ മേടിക്കില്ല എന്ന് പറഞ്ഞാൽ പെട്ടു. മനസ്സിലായോ? 10,000 രൂപയുടെ നീ കറൻസിനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഈവൻ യു ക്യാൻ ഗിവ് കോയിൻസ്. അവനിരുന്ന് എണ്ണേണ്ടി വരും. മക്കളെ വർത്താനം പറയാനല്ലേ പറഞ്ഞു, സ്ലൈഡ് ഒന്ന് വായിക്കാനേ പറഞ്ഞേ. ഉറപ്പാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇഷ്യൂ. എന്താ മോളെ? UPI ലീഗൽ ടെൻഡർ, ലീഗൽ ടെൻഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ താൻ UPI ചെയ്യാന്ന് പറഞ്ഞു, ആ കടക്കാരന് UPI ID ഇല്ലെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കറക്റ്റ് അല്ലേ? അതൊക്കെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. അത് നമുക്ക് എന്ത് പറയാം? അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അത് കടക്കാരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. മനസ്സിലായോ? ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ. ട്രാൻസാക്ഷന്റെ അല്ലേ മോളെ? അയാൾക്ക് അതിന്റെ ഇൻഫ്ര ഇല്ല എന്ന് വിചാരിക്കും. മറിച്ച് നിങ്ങൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് വാങ്ങി വെക്കാൻ കൈ മാത്രം പോരെ. മറിച്ച് UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആൾക്ക് എന്ത് വേണം? ബാങ്ക് അക്കൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു UPI ID വേണം, നെറ്റ് കണക്ഷൻ വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടേ. ഇപ്പൊ ഡിജിറ്റൽ ട്രാൻസാക്ഷന് നമുക്ക് എക്സാക്ട്ലി ലീഗൽ ടെൻഡർ എന്ന്, ഈവൺ നിങ്ങൾ പൈസയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലും ലീഗൽ ടെൻഡർ എന്ന് പറയാൻ പറ്റില്ല. അതിന് അടുത്ത എക്സാമ്പിൾ ആ ചെക്ക് കൊടുക്കുമ്പോഴും നമ്മൾ എന്തെന്നെ മോളെ ചെയ്യുന്നത്? തന്റെ അക്കൗണ്ടിലുള്ള പൈസ അയാൾക്ക് എഴുതിയെടുക്കാനുള്ള ഒരു മീഡിയം അല്ലേ ചെക്ക് എന്ന് പറയുന്നത്? ശരിയല്ലേ? അപ്പോ UPI ചെയ്യുമ്പോഴും ചെക്ക് കൊടുക്കുമ്പോഴും അവിടെ എന്താണ്? നമ്മളാണ് കൊടുക്കുന്നത്, നമ്മൾ ഇൻഡിവിജ്വൽ ആണ് കൊടുക്കുന്നത്, നമ്മുടെ ഒരു ട്രസ്റ്റ് ആണ് അവിടെയുള്ളത്. മറിച്ച് കറൻസിയും കോയിനും കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സെൻട്രൽ ബാങ്കിന്റെയോ ആണ് ട്രസ്റ്റ് അവിടെയുള്ളത്. അതുകൊണ്ടാണ് അത് രണ്ട് ലീഗൽ ടെൻഡർ അല്ല എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ഡിസ്കഷനിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. വാട്ട് ഈസ് ചോദിക്കുവാനെ?
അത് കേസാണ്, ഒബ്വിയസ്ലി കേസാണ്. ഗവൺമെന്റ് ആണ് കോയിൻ ഇറക്കുന്നത്, കോയിൻ അവൻ പേടിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, വേണമെങ്കിൽ ഒരു പോലീസിലോ അല്ലെങ്കിൽ ഈവൺ RBIയിലോ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. കറക്റ്റ് ആണ് കേട്ടോ. യൂഷ്വലി നമ്മൾ ചെറിയ ട്രാൻസാക്ഷനെ കോയിൻ ഉപയോഗിക്കുള്ളൂ എന്ന് മാത്രം. ഈവൻ നമുക്ക് 1,00,000 രൂപ ഈ കോയിനിൽ കൊടുത്താലും ടെക്നിക്കലി അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ നമുക്കും അത് എണ്ണാനും അയാൾക്ക് അത് എണ്ണാനും 1,00,000 കോയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ബൾക്ക് ഇൻ സൈസ്. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പേപ്പർ കറൻസി യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. ടെക്നിക്കലി നമ്മൾ എത്ര രൂപയ്ക്ക് കോയിൻ കൊടുത്താലും അവരത് വാങ്ങണം. മുന്നേ എപ്പോഴും ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു കുട്ടി കുറെ കോയിൻസ് സേവ് ചെയ്ത് ഒരു സ്കൂട്ടർ മേടിക്കാൻ വേണ്ടി കോയിൻസ് കൊടുത്തതിന്റെ ഒരു കഥ. അപ്പൊ ആദ്യം ആ ഷോറൂം ഓണർ അത് മേടിക്കില്ല എന്നാ പറഞ്ഞ്, ഗവൺമെന്റ് ഇഷ്യൂ ആവെന്ന് പറഞ്ഞപ്പോഴാണ് അവര് എണ്ണി അത് കളക്ട് ചെയ്ത് സ്കൂട്ടർ ഇഷ്യൂ ചെയ്തിട്ടുള്ള. കൊടുത്താൽ അവർക്ക് അത് മേടിക്കണം. മനസ്സിലായോ? ഇനി അടുത്തത് ലീഗൽ ടെൻഡർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഫിയറ്റ് മണി. ഫിയറ്റ് മണി ശ്രദ്ധിച്ച് ഉത്തരം പറയൂട്ടോ. നമ്മൾ ഈ 500 രൂപയുടെ ഒരു നോട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 500 രൂപ നോട്ട് ഒരു പേപ്പർ പീസ് അല്ലേ? ആക്ച്വലി ലൈക്ക് ദിസ്, അതൊരു പേപ്പർ പീസ് അല്ലേ? ഈ പേപ്പർ പീസിന് 500 രൂപയുടെ വാല്യൂ ഉണ്ടോ യഥാർത്ഥത്തില്? ഇല്ല. ആ 500 രൂപ എന്ന് പറയുമ്പോ അതിന്റെ വാല്യൂ വരുന്നത് എവിടെ നിന്നാ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ, വായിക്കാൻ പറ്റുന്നുണ്ടോന്ന്. I promise to pay the bearer the sum of 500 rupees. ഗവർണർ ഒപ്പ്. ഈ 500 രൂപ എന്ന് പറയുന്നതിന്റെ വാല്യൂ വരുന്നത് എവിടെ നിന്നാണ് മക്കളെ? ഇവിടെ ആര് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്? റിസർവ് ബാങ്ക് ഗവർണർ. എന്ത് എന്ന് പറഞ്ഞിട്ട്? ഈ പേപ്പർ കഷ്ണം കൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ ഇയാൾക്ക് 500 രൂപയുടെ വാല്യൂ കൊടുക്കണമെന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ആ പേപ്പറിന്റെ വാല്യൂ അല്ല 500, ആ പേപ്പറിന് റിസർവ് ബാങ്ക് ഗവർണർ ബാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് വാല്യൂ എന്ന് പറയുന്നത് 500. ശരിയല്ലേ? മറിച്ച് പണ്ട് കാലത്തെ കോയിനേജ് എന്ന് പറയുന്നത് ഗോൾഡ്, സിൽവർ ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലിന് ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്, സിൽവർ എന്ന് പറയുന്ന മെറ്റലിനും ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട് അല്ലെ? ഇപ്പോ പേപ്പർ കറൻസി ആണെങ്കിൽ അതിന് ഇൻട്രിൻസിക് എന്ന വാക്കിന് അർത്ഥം എന്താ? ആ പർട്ടിക്കുലർ കൊമോഡിറ്റി ഇൻഡിവിജ്വൽ എടുത്താ. നമ്മൾ ഈ 500 രൂപയുടെ നോട്ട് പ്രിന്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നാണെങ്കിൽ ആ പേപ്പറിന് എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ടിഷ്യൂ പേപ്പർ അല്ലേ? അതിന് വേറെ വാല്യൂ ഒന്നും ഇല്ലല്ലോ. അതിന് എപ്പോഴാണ് ആ പേപ്പർ കഷ്ണത്തിന് 500 രൂപയുടെ വാല്യൂ വരുന്നത്? വെൻ ഇറ്റ് ഈസ് സോൾലി ഓതറൈസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഗവർണർ. ദിസ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ഫിയറ്റ് മണി. നോക്കിയേ, കറൻസി നോട്ടാണെങ്കിൽ കോയിൻസ് ആണെങ്കിൽ അതിന് ഫിയറ്റ് മണി എന്ന് പറയും. വൈ? they do not have any intrinsic value. ആ പേപ്പറിന് യാതൊരു വാല്യൂ ഇല്ല. ഇറ്റ്സ് വാല്യൂ കമ്മിങ് ഫ്രം ഓൺലി ദി ബിയറേജ് ഗിവൺ ബൈ ദി റിസർവ് ബാങ്ക് ഗവർണർ. മറിച്ച് നമ്മുടെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന മെറ്റൽ മണി ആണെങ്കിൽ ലൈക്ക് ദിസ്, മെറ്റൽ മണി പോലെയുള്ളത്, ഇപ്പൊ ഇത് ഗോൾഡിന്റെ ആണ് മണിയെങ്കിൽ ആ ഗോൾഡിന് ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു വാക്ക് എഴുതാം, നിങ്ങൾ ചിലപ്പോൾ ഈ സ്ലൈഡിൽ കാണില്ല. സീനിയറേജ് കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? സീനിയറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ റിസർവ് ബാങ്കിന് കുറച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ടാവില്ലേ മക്കളെ? ഈ 500 രൂപ നോട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പേപ്പർ, ദിസ് പർട്ടിക്കുലർ ത്രെഡ്, പ്രിന്റിംഗ് കോസ്റ്റ് ആൻഡ് ഇഷ്യൂവൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെലവുണ്ടാവും. എത്ര? ഫോർ എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്, ഒരു 50 രൂപയാണെന്ന് വിചാരിക്കുക. പക്ഷെ ഇത് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കറൻസിക്ക് എത്രയാണ് വാല്യൂ? 500. ഈ 500ഉം ഇത് പ്രിന്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള പൈസയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 450. അപ്പോ ഈ കറൻസി പ്രിന്റ് ചെയ്യുമ്പോൾ റിസർവ് ബാങ്കിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 450. ഈ ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സീനിയറേജ്. ഓക്കെ ആണോ? ഇപ്പൊ ഭാവിയിൽ നമ്മൾ പഠിക്കും, റിസർവ് ബാങ്കിന്റെ റവന്യൂസ് പഠിക്കുമ്പോൾ അതിലൊരു ഇമ്പോർട്ടന്റ് ടൈമാണ് ഈ സീനിയറേജ് എന്ന് പറയുന്നത്. എന്താണത്? പ്രിന്റിംഗ് കോസ്റ്റും ആക്ച്വൽ വാല്യൂ ഓഫ് മണിയും തമ്മിലുള്ള ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സീനിയറേജ്. ഇതൊക്കെ ജസ്റ്റ് ടേംസുകൾ കേട്ടോ. എവിടെയെങ്കിലും പ്രിലിംസിന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇനി ഡിഫറൻസ് നിങ്ങൾ എന്നോടൊന്ന് ആലോചിച്ച് കൃത്യമായിട്ട് പറയും. എന്താണ് ലീഗൽ ടെൻഡർ, എന്താണ് ഫിയറ്റ് മണി? സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പഠിക്കരുത്, മനസ്സിലായ പോലെ പറയും. എന്താണ് ലീഗൽ ടെൻഡറും എന്താണ് ഫിയറ്റ് മണിയും? ലീഗൽ ടെൻഡർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ട്രാൻസാക്ഷന് ഒരു കോയിനോ കറൻസിയോ ഉപയോഗിക്കുമ്പോൾ അതൊരിക്കലും എക്സ്ക്ലൂഡ് ചെയ്യാൻ ട്രാൻസാക്ഷനിൽ പറ്റില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. കറക്റ്റ് ആണോ?
എന്താണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്? ആ പർട്ടിക്കുലർ മണിക്ക് ഇൻട്രിൻസിക് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ വാല്യൂ എവിടെ നിന്നാണ് വരുന്നത്? ഒന്നല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ബാക്കിംഗ് കാരണമായിരിക്കും അതിന്റെ വാല്യൂ എമേർജ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിയറ്റ് മണി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. എങ്ങനെയാണ് നമ്മുടെ എക്കണോമിയിൽ ഇപ്പൊ മണി സപ്ലൈ നമ്മൾ കണ്ടു. എന്താണ് എക്കണോമിയിൽ എത്രത്തോളം മണിയാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിന് മണി സപ്ലൈ. എങ്ങനെയാണ് എക്കണോമിയിലേക്ക് മണി സപ്ലൈ എടുക്കുന്നത്? നമ്മുടെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ വാ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വാ. എങ്ങനെയാണ് എക്കണോമിയിലേക്ക് മണി എത്തുന്നത്? ആലോചിച്ച് നോക്കി, എക്കണോമിയിലേക്ക് എങ്ങനെയാണ് മണി എത്തുന്നത്? ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കമ്പനിയിലേക്ക് ചില ആളുകൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെന്താ പേര് വിളിക്കുക? ഫാക്ടർ സർവീസ്. ഇവർ ഈ ഫാക്ടർ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഇൻ റിട്ടേൺ നമ്മൾ ഈ പറയുന്ന ഇൻഡിവിജ്വൽസിന് എന്ത് കിട്ടും? ഫാക്ടർ ഇൻകം കിട്ടും അല്ലെ? ഈ ഫാക്ടർ ഇൻകം നമ്മൾ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഈ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ജനറലി ഇൻ ദി ഫോം ഓഫ് എന്തായിരിക്കും? മണി. പ്രശ്നമില്ലല്ലോ. ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ഇൻ ദി ഫോം ഓഫ് മണി ആയിരിക്കും. ഈ മണി നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് വൺ സേവിങ് അല്ലെ? നമ്മൾ എന്തെങ്കിലും കൊമോഡിറ്റീസോ ഗുഡ്സോ സർവീസോ വാങ്ങി കൺസ്യൂം ചെയ്യാൻ ഉപയോഗിക്കും. ബാക്കിയുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ എന്തുണ്ടായി? പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് മണി ദേ ഇൻഡിവിജ്വലിലേക്ക് എത്തി. ഓക്കെ അല്ലെ? പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് മണി ഇൻഡിവിജ്വലിലേക്ക് എത്തി. ഇൻഡിവിജ്വലിൽ നിന്ന് മണി എക്സ്പെൻഡിച്ചറിലൂടെ എവിടേക്ക് എത്തി? എക്കണോമിയിലേക്ക് എത്തി. ഇനി സെയിം മണി തന്നെ ഇനി ബാക്കി ഇപ്പൊ എന്തായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്? സേവിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ മണി വെറുതെ വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. നിങ്ങൾ അത് എന്ത് ചെയ്യും? ദിസ് സേവിങ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ നമ്മുടെ അടുത്ത ടോപ്പിക് എന്താണ്? ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. കടപ്പത്രങ്ങളിലോ അല്ലെങ്കിൽ ഷെയറുകളിലോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ പല സോഴ്സസിലൂടെ ഈ മണി എങ്ങോട്ടേക്ക് വരാണ്? സോ ഇതിൽ മേജർ സോഴ്സ് നമുക്ക് പരിചയമുള്ളതാണ് എന്ത്? നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ പൈസ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ പൈസ എന്ത് ചെയ്യും മക്കളെ? കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കും. ആ ലോൺ കൊടുക്കുമ്പോൾ ആ ലോൺ വാങ്ങിയ ആളുകളിലേക്ക് മണി എത്തി. ഇങ്ങനെ എക്കണോമിയിൽ എന്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും? പൈസ കറങ്ങിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? എങ്ങനെയാണോ ഒരു ഫ്ലോ എന്ന് പറയുന്നത്? നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്തിന് തുടങ്ങാം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഇൻഡിവിജ്വൽസ് ഫാക്ടർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാക്ടർ സർവീസസിന് ഇക്വാലന്റ് ആയിട്ട് എന്ത് കിട്ടും? ഫാക്ടർ ഇൻകം വരും. ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് മണിയാണ്. ആ ഫാക്ടർ ഇൻകം ഇൻഡിവിജ്വൽസ് പ്രധാനമായി രണ്ട് കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യും. എക്സ്പെൻഡിച്ചർ ആസ് വെൽ ആസ് ദി സേവിങ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ വി ആർ ബൈയിങ് സംതിങ്, ഗുഡ്സ് ഓർ സർവീസസ്. എക്കണോമിയിലേക്ക് മണി എത്തി. സേവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കയ്യിൽ വെക്കില്ല. സിമ്പിൾ എക്സാമ്പിൾ, ബാങ്ക് എടുത്തു. ആ സേവിങ്സ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. അത് കറന്റ് അക്കൗണ്ട് ആവാം, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ആ പൈസ ബാങ്ക് എടുത്ത് എന്തുണ്ടായി? കസ്റ്റമേഴ്സിന് ലോൺ കൊടുത്തു. ആ ലോൺ എടുക്കുന്നത് മേ ബി ആരായിരിക്കാം? ഒരു കമ്പനിക്കാരനായിക്കോടെ. പട്ടം കറങ്ങിയെത്തിയില്ലേ? ആ കമ്പനിക്കാരൻ വീണ്ടും എന്ത് കൊടുത്തു? ഫാക്ടർ ഇൻകം കൊടുത്തു. ഇത് ഇങ്ങനെ കറങ്ങി കറങ്ങി മണി എക്കണോമിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ മൂവ് ചെയ്ത് ഇരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോ ടോട്ടൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും, ചില സമയത്ത് മണി സപ്ലൈ ഡിക്രീസ് ചെയ്യും. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ജനറലി ഏത് ഫിനോമിന കാണുന്നത്? ഇൻഫ്ലേഷൻ. ഇപ്പൊ ഗവൺമെന്റും സെൻട്രൽ ബാങ്ക് എന്തിനു ശ്രമിക്കും? ഈ മണി സപ്ലൈ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. വിച്ച് ഈസ് കോൾഡ് മോണിറ്ററി പോളിസി ആസ് വെൽ ആസ് ദി ഫിസിക്കൽ പോളിസി ഇൻ ടൈംസ് ഓഫ് ഗവൺമെന്റ്. ഓക്കെ ആണോ? ബേസിക് ഫ്ലോ ക്ലിയർ അല്ല? മണി ഫ്ലോ. ഇനി മണിയെ നമ്മൾ പ്രധാനമായും നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യും. കുറച്ച് ടൈം എടുക്കുന്ന എക്സ്പ്ലനേഷന്, അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. M0, M1, M2, M3, M4. കുറച്ച് ടെക്നിക്കലും കൂടിയാണ്, ടൈം എടുത്തിട്ട് പറയണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് 4 തരം മണിയുണ്ട്. പെട്ടെന്ന് എടുത്ത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇതില് ബുദ്ധിമുട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പം. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ക്ലാസ്.
സാർ ഈ മണി സപ്ലൈ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും ബാങ്കിന്റെയും എയിം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? തെറ്റാണ്. മണി സപ്ലൈ നമ്മൾ വെറുതെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവുക മോളെ, ലോൺ ഒന്നും കിട്ടാത്ത അവസ്ഥകൾ വരും. ലോൺ കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് കൂടും. അൺഎംപ്ലോയ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ എന്തിലേക്ക് മൂവ് ചെയ്യും? റിസഷൻ പോലെയുള്ള സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യും. എക്കണോമിയിൽ എന്താണ് നടക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർ ആക്ട് ചെയ്യുക. എക്കണോമിയിൽ മണി സപ്ലൈ കുറവാണെങ്കിൽ ഗവൺമെന്റ് മണി സപ്ലൈ കൂട്ടാൻ ശ്രമിക്കും. എക്കണോമിയിൽ മണി സപ്ലൈ കൂടുതലാണെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കും. അതിന് നമ്മളൊരു പ്രത്യേക പേരിട്ട് വിളിച്ചിരുന്ന എന്താ? കൗണ്ടർ സൈക്ലിക്കൽ പോളിസി. അല്ലാതെ ഒരിക്കലും ഗവൺമെന്റ് അല്ലെങ്കിൽ ബാങ്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മണി സപ്ലൈ കുറയ്ക്കലല്ല. എന്താണ് എക്കണോമിയിലുള്ള ആ ഒരു എഫക്റ്റിനെ കൗണ്ടർ ചെയ്യാനാണ് ശ്രമിക്കുക കേട്ടോ. ചോദിക്കുമോനെ? കേട്ടില്ല, ഒന്നുകൂടി പറയും. GST കൺസ്യൂമേഴ്സിന് തിയററ്റിക്കലി ലാഭമാണ്. റേറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കൺസ്യൂമറിന്റെ നഷ്ടമല്ല മോനെ, അയാള് GST രജിസ്റ്റർ ചെയ്യാത്തതല്ല അവിടുത്തെ പ്രശ്നം. അപ്പൊ അയാളെ ആക്ച്വലി ചെയ്യുന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലേ? ടാക്സ് അടയ്ക്കാത്തത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലേ കൂട്ടാ? അത് ആസ് എ നേഷൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രോഗ്രസിന് എതിരെ നിൽക്കുന്ന ഒരു ഫാക്ടർ അല്ലേ? അപ്പൊ അത് നമുക്ക് നല്ലതാന്ന് പറയാൻ പറ്റില്ലല്ലോ. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത്? നീ ഒന്ന് ആലോചിക്ക്. അയാള് കൃത്യമായിട്ട് ടാക്സ് അടച്ചില്ലെങ്കിൽ ഫൈനലി നമ്മളാണ് അത് ഡയറക്റ്റ് ടാക്സ് ഗവൺമെന്റ് കൂട്ടുമ്പോൾ അടയ്ക്കേണ്ടി വരുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുമ്പോൾ അടയ്ക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കത് ലാഭം കിട്ടിയാലും പല ടാക്സ് പേയ്മെന്റ് ആയിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താണ് ഉണ്ടാവുന്നത്? ലോസ് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, ഗവൺമെന്റിന് വരുമാനം. ഇപ്പൊ അയാളും കൂടി ടാക്സ് അടച്ചാൽ തന്റെ ഇൻകം ടാക്സ് കുറയും. ഓക്കെ ആണോ? തന്റെ ഇൻകം ടാക്സ് കുറയുകയാണെങ്കിൽ തന്റെ കയ്യിൽ ടോട്ടലുള്ള പൈസ കൂടില്ലേ? അവൻ അടച്ചില്ലെങ്കിലോ ഇൻകം ടാക്സ് കൂട്ടും. നമ്മുടെയൊക്കെ ടാക്സ് ബേർഡൻ ഇൻക്രീസ് ചെയ്യും അൾട്ടിമേറ്റ്ലി. അതാണ് പോയിന്റ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് എപ്പോഴും പറയുന്നത് എന്താ? കൂടുതൽ ആളുകൾ GST കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തു. എല്ലാവരും കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ പൈസ കുറയുള്ളൂ. മനസ്സിലായോ? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകൾ GST രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം കേട്ടോ. അത് ആ കൺസെപ്റ്റിന്റെ പ്രശ്നമല്ല, നമ്മളെ ആളുകളുടെ പ്രശ്നമാണ് കേട്ടോ. എവിടെ ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യാൻ സോഴ്സ് ഇല്ലല്ലോ. പൈസ എപ്പോഴും വരുന്നത് എന്തിലൂടെയാ? ബാങ്കിലൂടെയല്ലേ വരുന്നത്. ബാങ്കിനെ നിയന്ത്രിക്കുന്നത് ആരാ? RBI. അത്രേ ഉള്ളൂ അതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇഷ്യൂസ് എന്ന് പറയുന്ന ₹1 നോട്ടിന് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുന്നുള്ളൂ. പൈസ അൾട്ടിമേറ്റ്ലി ഏത് ചാനലിലൂടെയാണ് വരുന്നത്? ബാങ്കിങ് ചാനലിലൂടെ വരുള്ളൂ. അല്ലാതെ ഗവൺമെന്റ് ഒരിക്കലും അവർക്ക് പൈസ എടുത്തു കൊടുക്കുന്ന ഒരു ടെക്നിക്ക് അവർക്ക് ഇല്ലല്ലോ. ഗവൺമെന്റ് ആണെങ്കിൽ അവർ പൈസ ഡീൽ ചെയ്യുന്നത് എന്തിലൂടെയാ? ഗവൺമെന്റിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ. കറക്റ്റ് അല്ലേ? ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ്. പ്രിന്റഡ് അല്ല, മിന്റഡ്. ഇഷ്യൂഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. കൺസെപ്റ്റ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ അവർ പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ മിന്റ് ചെയ്ത് വെക്കുള്ളൂ. ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കിലൂടെ തന്നെ ആയിരിക്കും. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്ന ഇഷ്യൂയുടെ അർത്ഥം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ. വേറൊരു വാക്ക് ഉപയോഗിക്കാം, ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഏതാണ്? ബാങ്കിങ് ചാനലാണ്. അവർക്ക് അത് പ്രിന്റ് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ കേട്ടോ. കൺഫ്യൂഷൻ മാറിയില്ലേ? ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾവേസ്, കോയിനോ നോട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾവേസ് ത്രൂ ബാങ്കിങ് ചാനൽസ്. ആ ഇഷ്യൂവും ഡിസ്ട്രിബ്യൂഷനും തെറ്റാതിരിക്കാനാണ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന വാക്ക് പറയുന്നത് കേട്ടോ. കൺക്ലൂഡ് ചെയ്യാം നമുക്ക് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു. ഒരു സംശയം, ഫിയറ്റ് കറൻസിയിലോട്ട് വരാൻ ഒരു റീസൺ കാണുമല്ലോ. അതായത് ഈ ഫിയറ്റ് കറൻസിയിലോട്ട് വരാനേ, അതായത് ഇൻട്രിൻസിക് വാല്യൂ ഇതിന് കൊടുക്കേണ്ട ആ ഒരു ലോജിക്ക് എന്തായിരിക്കും? അതായത് ഇൻട്രിൻസിക് വാല്യൂ എന്തിനാ കൊടുത്തേന്നോ? അല്ലല്ല, അതല്ല ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം പണ്ട് ഈ ഗോൾഡും കോപ്പറും സിൽവറും ഒക്കെ ഇൻട്രിൻസിക് വാല്യൂ ഉള്ള കോയിൻസ് ആണ് ട്രാൻസാക്ഷൻ ആയിട്ട് യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫിയറ്റ് കറൻസി യൂസ് ചെയ്യുന്നു. അപ്പൊ അത് എന്തോ ഒരു ഗുണമുണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നേ. എന്തായിരിക്കും ഗുണം? മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗോൾഡ് കോയിൻസ്, സിൽവർ എന്ന് പറയുന്നതിന്റെ
റിസർവ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ലേ മോളെ? അതെ. ഗോൾഡ് ആണെങ്കിൽ സിൽവർ ആണെങ്കിൽ ലിമിറ്റഡ് ആണ്. നമ്മളത് മൈൻ ചെയ്ത് എടുക്കണം അല്ലെ? അപ്പൊ ഈ മൈൻ ചെയ്ത് ഇത് എടുക്കുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് അതിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? സപ്ലൈ ഓഫ് മണി വിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് മെറ്റൽ അല്ലേ അവിടെ? അതെ, ആണോ? അതെ, അതെ അതെ. അതെ. അപ്പൊ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോ എന്താ പ്രശ്നം മോളെ? കൂടുതൽ മെറ്റലിന്റെ റിക്വയർമെന്റ് വരും. ഭാവിയിൽ ഈവൻ നിങ്ങൾ മിഡീവിയൽ ഇന്ത്യ ഹിസ്റ്ററി പഠിച്ചവരെ അവിടെ കാണാം മെറ്റലിന്റെ റിസർവ് കുറയുന്നതും എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടാതെ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ മണി കൺസ്ട്രെയിൻഡ് ആവും. മണി കൺസ്ട്രെയിൻഡ് ആവുമ്പോ എന്താ ഉണ്ടാവുക? ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ കൂടില്ലേ? മറിച്ച് ഓക്കെ, പേപ്പർ ഓക്കെ. കറൻസി ആണെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും പേപ്പർ കറൻസി പ്രിന്റ് ചെയ്യാലോ. പേപ്പർ ബുദ്ധിമുട്ടുള്ള ഒരു കൊമോഡിറ്റി അല്ലല്ലോ. ഓക്കെ അല്ല, ആണോ? അല്ല. ഓക്കെ, പേപ്പർ എന്ന് ഓക്കെ. പറയുന്നത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഞാൻ ഇതിന്റെ റോ മെറ്റീരിയൽ ഒന്ന് വാക്ക് പറയട്ടെ. ഗോൾഡ് കോയിന് സിൽവർ കോയിൻ ആണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ എന്തല്ല? അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ അല്ല. പേപ്പർ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. സോ അക്കോർഡിംഗ് ടു ഡിമാൻഡ് ഓഫ് ദി എക്കണോമി പേപ്പർ കറൻസിയുടെ പ്രിന്റിങ് നമുക്ക് കൂട്ടാം. മറിച്ച് ഗോൾഡ് കോയിൻസിനെ നമുക്ക് മിന്റ് ചെയ്യണത് കൂട്ടണമെങ്കിൽ ഗോൾഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടില്ലേ? ശരിയല്ലേ? That is the അതെ, അതെ. reason why we are moved towards gold coins to paper currency. കേട്ടോ. അപ്പൊ ഒരു എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഈ പേപ്പർ എൻവയോൺമെന്റൽ അല്ലേ? അങ്ങനെയല്ല മോളെ. എൻവയോൺമെന്റ് ആ, ആ. പെർസ്പെക്റ്റീവ് എന്നല്ല, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ് അത് മാത്രമേ ഉള്ളൂ. എൻവയോൺമെന്റ് ഒന്നും അവിടെ കൺസിഡറേഷൻ പോലും ഇല്ല കേട്ടോ. ഓക്കെ, ഓക്കെ, എൻവയോൺമെന്റ് ഓക്കെ. പെർസ്പെക്റ്റീവ് അല്ല. സ്വർണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോയിൻ ഇറക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു ഇപ്പൊ പേപ്പർ എന്ന് പറയുന്നത് ട്രീസിൽ നിന്ന് വരുന്നു. അപ്പോ അത് ഒരു ഇഷ്യൂ ആയിട്ട് വന്നൂടെ എന്നുള്ളതാണ്. മണി എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആയിട്ട് ഒരു ബന്ധമില്ല മോളെ. എൻവയോൺമെന്റ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യണ്ട. എൻവയോൺമെന്റ് ആയിട്ടുള്ള ഇവരിത് ഓക്കെ, മോളെ ഓക്കെ. എന്നോട് ചോദിച്ച കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കൊണ്ടുവന്നു? നമ്മളെ എൻവയോൺമെന്റ് റീസണേ അല്ല പേപ്പർ മണി കൊണ്ടുവരാനുള്ള കാരണം. നമ്മുടെ കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു റീസൺ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ പിന്നില്. ഓക്കെ, ഓക്കെ. നമുക്കത് എക്സ്റ്റെൻഡഡ് ആയിട്ട് വേണമെങ്കിൽ ചിന്തിക്കുമ്പോൾ എന്ത് പറയാം? ഇപ്പൊ മെറ്റൽ മൈൻ ചെയ്യുന്നതിനേക്കാളും എക്കണോമിക്കൽ ഇമ്പാക്ട് പേപ്പറിന് കുറവല്ലേ എന്ന് പറയാം. പക്ഷെ അതല്ല കാരണം. കൺവീനിയൻസ് ആണ് പ്രധാനപ്പെട്ട കാരണം. കേട്ടോ? ഓക്കെ, ഓക്കെ. സർ ഓക്കെ. പിന്നെ ഒരു ചെറിയൊരു ഡൗട്ട്. ഈ ഷെൽ കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോ ആ ഒരു ടാറ്റ ഇപ്പം എക്സാമ്പിൾ വെച്ചിട്ട് ടാറ്റ ഡിസൈൻ ഷെൽ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു എന്നാണ് കണക്ക് കാണിക്കുന്നത്. സത്യത്തിൽ അവരൊരു ഡിസൈൻ വാങ്ങുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ടാറ്റയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഇല്ല. ഇവര് ടെക്നിക്കലി അങ്ങനെ കാണിക്കും. എക്സാമ്പിൾ. പല കമ്പനികൾ അങ്ങനെ കാണിക്കാറുണ്ട് മോളെ. അതിനെയാണ് നമ്മൾ ജനറലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയാം. പല പ്രൊഡക്റ്റുകളും ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തുണ്ടായിരിക്കും? അവര് സ്വന്തമായ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ഉണ്ടാവും. അവര് മേ ബി അത് ഇന്ത്യയിൽ തന്നെയായിരിക്കും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവർ ആ ഡിസൈൻ ചെയ്തത് വേറെ രാജ്യത്ത് നിന്ന് വാങ്ങിയതാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന് പേയ്മെന്റ് കൊടുക്കണ്ടേ? ശരിയല്ലേ? ആ പേയ്മെന്റ് കൊടുത്തു എന്ന് അവര് കാണിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആ കാശ് സ്വിറ്റ്സർലൻഡിലുള്ള അവര് വേറൊരു കമ്പനിയിൽ തന്നെയല്ലേ കിടക്കുന്ന കാശ്. കറക്റ്റ് അല്ലേ? ഇന്ത്യയിൽ അപ്പൊ ടാക്സ് ഓക്കെ. അടയ്ക്കുന്ന ബേർഡൻ കുറയും. അത്രേ ഉള്ളൂ. മേ ബി അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടാവില്ല കേട്ടാ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഓക്കെ. ഇത് ഈ ഇപ്പൊ ടാറ്റയുടെ തന്നെ കമ്പനി ആയിരിക്കുമല്ലോ ഈ ഷെൽ കമ്പനി എന്ന് വരുന്നത് അല്ലേ? അങ്ങനെയല്ലേ എന്റെ സെൻസ് വരിക? ടാറ്റയുടെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ടാറ്റയുടെ നേരിട്ട് നോക്കുമ്പോൾ അത് ടാറ്റയുടെ കമ്പനിയാന്ന് കണ്ടു കഴിഞ്ഞാൽ ടാക്സ് ഓഫീഷ്യൽസിന് അത് പിടിക്കാൻ എളുപ്പല്ലേ മോളെ? അപ്പൊ അവര് ഓക്കെ. നോക്കുന്നത് എന്താ കാണിക്കുക? വേറെ ആളുകളുടെ എന്തോ ഒരു കമ്പനിയാണെന്നായിരിക്കും അവര് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക. കേട്ടോ? ഓക്കെ, ഓക്കെ. ശരി. ക്ലിയർ ആണ് സർ. താങ്ക് യു.